നിങ്ങളിൽ പലരും കേട്ട ഒരു കഥയാവാം ഇത്. ഒരു കുഞ്ഞു പെരുമ്പാമ്പിനെ ഓമന മൃഗമായി ഒരാൾ വളർത്തിയ കഥ. ആ പെരുമ്പാമ്പ് വലുതായി അയാളോളം നീളം വെച്ചു. അക്കാലത്തൊരിക്കൽ അതിന് സുഖമില്ലാതാവുകയും തീറ്റയെടുക്കാതിരിക്കുകയും ചെയ്തു. പകലൊക്കെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടുന്ന പെരുമ്പാമ്പിനെയും കൊണ്ട് ഉടമ ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ അതിനെ വിശദമായി പരിശോധിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 3 ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. ആദ്യത്തേത്, ഈ പെരുമ്പാമ്പ് എത്ര നാളായി കാണും ആഹാരം കഴിക്കാതെയായിട്ട്? 1 ആഴ്ച, ഉടമ പറഞ്ഞു. അടുത്ത ചോദ്യം, രാത്രി ഇതെവിടെയാണ് കിടക്കാറ്? എന്റെ കിടക്കയിൽ. ഇനി അവസാനത്തെ ചോദ്യം, ഈ പാമ്പ് എങ്ങനെയാണ് കിടക്കാറ്? എനിക്ക് സമാന്തരമായി നീണ്ടു നിവർന്ന്. ഉടമയുടെ ഉത്തരം. 1 നിമിഷം നിശബ്ദമായി ഇരുന്നിട്ട് മൃഗഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം ഈ ജീവിയെ കൊണ്ടുപോയി ദൂരെ കാട്ടിലുപേക്ഷിക്കുക. ഇതിന് ഒരു അസുഖവുമില്ല. അത് നിങ്ങളെ ഭക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ്. പട്ടിണി കിടന്ന് വയറ്റിൽ സ്ഥലമുണ്ടാക്കുകയാണ്. നിങ്ങളുടെ അരികിൽ നീണ്ടു നിവർന്നു കിടന്ന് നിങ്ങളുടെ നീളം അളക്കുന്നു. നിങ്ങളെ പൂർണ്ണമായി വീഴാൻ കഴിയുമോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. എത്രയും വൈകാതെ അത് സംഭവിച്ചേക്കും. അതിനു മുമ്പ് ഇതിനെ കൊണ്ടുപോയി കളഞ്ഞേക്കുക. ഇവിടെ നമുക്ക് കാണാവുന്ന ചില നൈതിക സത്യങ്ങളുണ്ട്. 1, ഒരു പെരുമ്പാമ്പിന്റെ പ്രകൃതി സ്വഭാവമാണ് ഇരയെ വിഴുങ്ങുക എന്നത്. എത്ര ഓമനിച്ച് വളർത്തിയാലും സൗകര്യം കിട്ടുമ്പോൾ ആ ജീവി അതിന്റെ ജന്മ സ്വഭാവം പുറത്തെടുക്കും. പ്രകൃതി നൽകിയ ചോദനയാണത്. ഇനി ഈ കഥയിൽ ഒളിഞ്ഞിരിക്കുന്ന 2ാമത്തെ നൈതിക പ്രശ്നം എന്താണെന്ന് നോക്കാം. അതാണ് ഇവിടെ കൂടുതൽ പ്രസക്തം. നമ്മൾ ഓമന മൃഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമല്ല, ഇടപഴകാൻ മനുഷ്യരെ തിരഞ്ഞെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഥയിലെ പെരുമ്പാമ്പ് അതിന്റെ പ്രകൃതി സ്വഭാവം പുറത്തെടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഉടമയ്ക്ക് സത്യം വെളിപ്പെട്ട് കിട്ടി. അല്ലെങ്കിൽ കഥാന്ത്യം വ്യത്യസ്തമായേനെ. മനുഷ്യരിലും പലതരക്കാരുണ്ട്. അന്യരെ വഞ്ചിക്കുക, ദ്രോഹിക്കുക, ഇവയൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റാത്ത ചിലരുണ്ട്. അത്തരം വ്യക്തികളുമായി കഴിവതും സൗഹൃദം ഉണ്ടാക്കാതിരിക്കുക. നമ്മുടെ സുഹൃത്തുക്കളെ വെച്ച് നാം വിധിക്കപ്പെടും എന്നോർക്കുന്നത് നന്ന്. നമ്മുടെ പഴംപുരാണങ്ങളിൽ സത്സംഗം എന്നൊരു വാക്കുണ്ട്. സജ്ജനങ്ങളെ കണ്ടുപഠിക്കുക, അവരുമായി കൂട്ടുകൂടുക എന്നതാണ് ആപ്തവാക്യം. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. നമുക്ക് ചാരാൻ ചന്ദനമരങ്ങളെ പോലെ കാതലും സുഗന്ധവുമുള്ള ചങ്ങാതിമാരെ ലഭിക്കട്ടെ എന്നാകട്ടെ ഇന്നത്തെ ആശംസ.